നമസ്കാരം, ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ മലയോരമാകെയും സ്തംഭിച്ചു വരികയാണ്. വെല്ലുവിളികളും സ്തംഭിപ്പിക്കലും അങ്ങനെ പുരോഗമിക്കുമ്പോൾ മലബാറിൽ നിന്ന് ഒരു ദേശീയപാത വികസന വിരുദ്ധ സമരം വന്നു. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ ഇബ്രാഹിം കുഞ്ഞിനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ലീഗ് ഹൗസിലെത്തി വഴി തടഞ്ഞു കളഞ്ഞു. പരാതി പറയാനാണ് വന്നത്. പാണക്കാട്ട് തങ്ങളുടെ വാക്കുകേട്ട് ലീഗ് ഹൗസിലേക്ക് വന്നെത്തിയവർ ഒടുവിൽ കടുപ്പിച്ച് മുദ്രാവാക്യവും വിളിച്ചു കളഞ്ഞു. സർക്കാരിന്റെ വനഭൂമി മലകളും അതുപോലെ കാടും മേടും ഒക്കെ പിടിച്ചടക്കിയ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ എം.എ. ഷാനവാസ് MP സോണിയാഗാന്ധിനെ കാണാൻ റവറന്റ് ഫാദറിനെ ഡൽഹി വരെ പോയി. ഇതെന്താണ്? ഞങ്ങൾ ഈ ഹൈവേയുടെ ഓരത്തുള്ള 14 ലക്ഷം കുടിയിറക്കുന്നവർക്കെതിരെ എന്തുകൊണ്ട് ഞങ്ങളെ കൂടെ സഹകരിക്കുന്നില്ല രാഷ്ട്രീയക്കാര്? വീട് പോയില്ലേ? വീട് പോയി. ആകെ 5 സെന്റ് സ്ഥലമുള്ളൂ. അതിനുള്ളൊരു പേര് അല്ലാതെ ഒന്നും ഓല വരച്ചോ ചെറ്റ കുത്തി മാറ്റി കിടക്കാത്ത പാകല്ല. ഞാൻ വയ്യാത്ത ആളാണ്. സുഖമില്ലാത്ത ആളാ ഞാൻ. ഇപ്പൊന്ന് കിടക്കണ്ടേ? മീറ്ററിൽ കൂടുതൽ ഒരു പാത എടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഞങ്ങൾ സമാധാനപ്പെട്ടത്. ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനാണ് ഇത്രയും കാലം വഴി ദൂരത്തുനിന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മയ്യത്ത് വീഴും എന്നുള്ളത് നേതൃത്വത്തിനോട് അറിയിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. അതുകൊണ്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ കാര്യങ്ങളിൽ പൂർണ്ണമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈർക്കിൽ പാർട്ടികൾ ഇവിടെ വലിയ ദണ്ഡ് പാർട്ടികളായി മാറും. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ലീഗ് നടക്കുമ്പോൾ NDF-നെ പോലുള്ള ഈർക്കിലി പാർട്ടികൾ കേറി ഇടപെട്ട് കളയും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്തായാലും ലീഗ് ഹൗസിന് മുന്നിൽ ആവലാതിക്കാർ തടിച്ചുകൂടിയത് നേതാക്കന്മാർക്ക് അത്രയ്ക്കങ്ങട് പിടിച്ചിട്ടില്ല. ജനക്കൂട്ടത്തിനിടയിലേക്ക് സാക്ഷാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ വന്നു. ആദ്യ വരവ് കണ്ടപ്പോൾ തോന്നി കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിച്ചതു തന്നെ എന്ന്. കൈയെടുക്കണോ? പിടിച്ചു മാറ്റണോ ഇയാളെ? ആരാടോ നീയെ ഈ നാറിയൊക്കെ സഹായിപ്പിക്കാൻ? പുല്ലേ, ഓർമ്മയുണ്ടടാ ഈ മുഖം? ഞാൻ SP മലപ്പുറം പണ്ട്. നീ കുണ്ടോട്ടി ഇബ്രാഹിം പെറ്റി പിക് പോക്കറ്റ്. ഇബ്രാഹിം മന്ത്രി സ്വന്തം തടി രക്ഷപ്പെടുത്താനാണ് പെടാപ്പാട് പെട്ടത്. കുഞ്ഞാലിക്കുട്ടി പൊതുമരാമത്ത് മന്ത്രിയെ പോലെയല്ല. മുദ്രാവാക്യം വിളിക്കുന്നവരെ വിരട്ടിക്കളഞ്ഞു. മന്ത്രിമാരോടും 5 മന്ത്രിയുള്ള ലീഗിനോടും കളിക്കുന്നത് സൂക്ഷിച്ചു വേണമത്രേ. ലീഗ് അണികൾ മുദ്രാവാക്യ ഭീഷണിയും മുഴക്കി.
ഉദ്ദേശം ടി വിക്കാർ മുഴുവൻ എടുത്തോട്ടെ, നല്ലോണം പറഞ്ഞോ, ടി വിക്കാർ മുഴുവൻ എടുത്തോട്ടെ. ആർക്കാ പറയണ്ടേ? ടി വിക്കാരെ പറയണ്ടേ? പറഞ്ഞോട്ടെ, പറഞ്ഞോ. ഞാൻ പറയട്ടെ, ഞങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ വന്ന് ഞങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ വന്നത് ഇതിൽ കുറച്ചാള് കൂടി ഉണ്ടോർക്ക് ടി വിക്കാരെ കാണിക്കാനാണ്. അതാണ് കഴിഞ്ഞോട്ടെ, അതാണ് തീർത്താളി, അതാണ് തീർത്താളി. ആ പെണ്ണുങ്ങളെ തീർത്താളി. അത് ഞങ്ങൾ കുറെ കണ്ടതാണ്, അത് ഞങ്ങൾ കുറെ കണ്ടതാണ്. ഓർത്തോണം, ഞങ്ങൾ ഗവൺമെന്റിലെ അതിൽ കുറച്ചാൾ ആണെങ്കിൽ ഞങ്ങൾ മലപ്പുറക്കാരാണ്, അതുപോലെ ലീഗുകാരാണ്. ഞാൻ നേതാക്കന്മാരോട് ഞാൻ ഇതിലേ പോണേ, ഞാൻ ഇതിലേ പോണം. കാണട്ടെ, കാണട്ടെ, കാണട്ടെ. ഞാനിത് കുറെ കണ്ടാണ്, കാരണം ടി വിക്കാരെ കാണിക്കാൻ വന്നാണ്. കാണിക്കാൻ ഞങ്ങൾ ടി വിക്കാരെ വിളിച്ചില്ല, എനിക്കൊരു പോലീസ് വേണ്ട. ആരും വേണ്ട, നിങ്ങളൊക്കെ പോയിക്കോളി. കുഞ്ഞാലിക്കുട്ടി അത്ര കുഞ്ഞല്ലെന്ന് ബോധ്യപ്പെട്ട ആവലാതിക്കാർക്ക് കുടിയൊഴിപ്പിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന അപേക്ഷയാണ് ബാക്കിയുള്ളത്. പരാതി പറയാൻ എത്തിയവർ മുദ്രാവാക്യം വിളിച്ചതിൽ മാപ്പും പറഞ്ഞ് 2 മുദ്രാവാക്യം വിളിച്ച് സ്ഥലം വിട്ടോളാൻ മന്ത്രി കൽപ്പിച്ചു. ഇന്ന് ഇത് സംബന്ധിച്ച് രാവിലെ നിങ്ങളെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു, നാനാഭാഗത്തും വന്നിരുന്നു. അവരെ ലീഗ് ഹൗസിന്റെ ഹാളിൽ ഇരുത്തി അവരെ പരാതി വിശദമായി ഞാൻ കേട്ടതാണ്. അപ്പോ 5 or 6 വിഷയങ്ങൾ, ഈ പെരുപ്പങ്ങൾ പറഞ്ഞതുൾപ്പെടെ വിഷയങ്ങൾ പറയുകയും നിവേദനം തരികയും ചെയ്തിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ട്. നിങ്ങൾ പോയി എല്ലാവരും കൂടി ആലോചിക്കുക. എന്നിട്ട് ഗവൺമെന്റ് തലത്തിൽ ഇപ്പൊ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ബുദ്ധിമുട്ട് തീർത്തേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് അവർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി നിങ്ങളെല്ലാവരും കൂടി ലീഗ് ഹൗസിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അത് കേൾക്കാതെ പിന്നെ ആള് കൂടുതൽ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ അത് ലീഗ് ഹൗസിന്റെ മുമ്പിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് വേറെ നിലക്കാണ് നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പൊ അല്ല വർത്താനം അധികം പറയില്ലേ. പിന്നെ അപ്പൊ ഈ പ്രശ്നം സംബന്ധിച്ച് പിന്നെ ന്യായമായ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ രാവിലെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ടി വിക്കാരോട് പറയണം, എന്ത് ഞങ്ങൾ നേതാക്കന്മാരെ കാണാൻ വന്നതാണ്, അല്ലാതെ ലീഗ് ഹൗസ് സമരം നടത്താൻ വന്നതല്ല. അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങള് നേതാക്കന്മാരെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 65 മീറ്റർ ഞങ്ങൾ പറയാൻ തയ്യാറാണ്. ഞങ്ങളെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇമാതിരി അണികൾ ഉള്ളതുകൊണ്ടാണ് നേരത്തെ കണ്ട മാതിരിയുള്ള മന്ത്രിമാരും സർക്കാരും ഒക്കെ ജീവിച്ചു പോകുന്നത്. എന്തായാലും ഹൈറേഞ്ചുകാരുടെ വഴി മലബാറുകാരും തെരഞ്ഞെടുത്താൽ മന്ത്രിമാർ മാത്രമല്ല മുഖ്യമന്ത്രിയും പാടുപെടും.
ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വിമാനത്താവള വിശേഷം. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. ഇതിനിടയിൽ കൂടി എവിടെയാണ് ഒരു വിമാനത്താവളം? ഒരക്ക് തീ പിടിക്കുമ്പോൾ അതിനകത്തൊരു വീടി കത്തിക്കാൻ പറ്റുമെന്നാണ് ചില